Ennemcien. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന നമ്മൾ പഠിച്ചതിൻ്റെ പേര് 2 PN ജംഗ്ഷൻ അതിനകത്തുണ്ട്. ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, വേറെ ടൈപ്പ് ട്രാൻസിസ്റ്ററുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ബേസിക് ഇക്വേഷൻ കണ്ടു. ട്രാൻസിസ്റ്റർ ഇക്വേഷൻ IE ഈക്വൽസ് എമിറ്റർ കറണ്ട് ഈക്വൽസ് ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട്. ഇനി ഇത് 3 രീതിയിൽ ഇതിനെ ഉപയോഗിക്കും. കണക്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കും. അതിനെ കോൺഫിഗറേഷൻസ് എന്നാണ് വിളിക്കുക. 3 തരം കോൺഫിഗറേഷൻ ഉണ്ട്. കോമൺ ബേസ് കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആൻഡ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ഇത് രണ്ടാമത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് മോസ്റ്റ് പോപ്പുലർ, കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉള്ളത്. നമ്മളത് കൂടുതൽ വിശാലമായിട്ട് പഠിക്കൂ. ഇതിൽ കോമൺ ബേസ് കോൺഫിഗറേഷനായിരുന്നു. നോക്കി, എമിറ്ററും ബേസ് ലീഡും ഇൻപുട്ട് ആയിട്ട് വരിക. 2 ടെർമിനൽ വേണമല്ലോ എപ്പോഴും ഇലക്ട്രിക്കൽ കണക്ഷന്. അപ്പോൾ ഇവിടെ എമിറ്ററും ബേസും കൂടെ ചേർന്ന് ഇൻപുട്ട് ടെർമിനൽസ് ആയിട്ട് ഉപയോഗിക്കുക. കളക്ടറും ബേസും ചേർന്ന് ഔട്ട്പുട്ട് ടെർമിനൽസ് ആയിട്ടും ഉപയോഗിക്കുക. അപ്പോൾ ഈ രണ്ടിലും ഇൻപുട്ടിലും ബേസ് ഉണ്ട്, ഔട്ട്പുട്ടിലും ബേസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്നാണ് പറയുക. ബേസ് ഈസ് കോമൺ ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇവിടെ നമ്മൾ മറ്റ് കമ്പോണൻസ് ഒന്നും കാണിച്ചിട്ടില്ല, ബാറ്ററി ഒന്നും കാണിച്ചിട്ടില്ല, വെറുതെ ഈ ഇത് മാത്രമേ വരച്ചിട്ടുള്ളൂ. അപ്പോൾ നോക്കിയേ, ഈ കോമൺ ബേസ് കോൺഫിഗറേഷൻ, എമിറ്റർ and base form the input terminals. Collector and base form the output terminals. So that base is common to input and output. Hence the name common base configuration. ഇവിടെ ഈ എമിറ്റർ കറണ്ടാണ് ഇൻപുട്ട് കറണ്ട്, കളക്ടർ കറണ്ടാണ് ഔട്ട്പുട്ട് കറണ്ട്. ഇവിടെ ഒരു ജംഗ്ഷൻ, ഇതൊരു PN ജംഗ്ഷനാണ്, എമിറ്റർ ബേസ് ജംഗ്ഷൻ. ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ബയാസ് പൊട്ടൻഷ്യലാണ് VBE. ഇതിനെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയാം. ഇവിടെ ബേസ് കളക്ടർ ജംഗ്ഷനിൽ വരുന്ന വോൾട്ടേജാണ്. ഇത് ഇൻപുട്ട് സൈഡിലായതുകൊണ്ട് ഇതിനെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് വിളിക്കാം, അല്ലെ ഇൻപുട്ട് ബയാസ് എന്ന് വിളിക്കും. ഇതാണ് കോമൺ. ഇവിടെ ഓരോ കോൺഫിഗറേഷനും ഓരോ കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യും. ആ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്നാണ് വിളിക്കുക. ഇവിടെ എപ്പോഴും ഈ പാരാമീറ്റർ ആംപ്ലിഫയിങ് ഫാക്ടർ പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്, ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ട്രാൻസിസ്റ്റർ എപ്പോഴും ഒരു കറണ്ട് ഓപ്പറേറ്റഡ് ഡിവൈസാണെന്ന് പറയും. ട്രാൻസിസ്റ്ററിലെ കറണ്ടിനാണ് പ്രാമുഖ്യം വോൾട്ടേജിനേക്കാൾ. കറണ്ട് ആണ് ഇതിൻ്റെ ഫങ്ഷനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇത് കറണ്ട് ഓപ്പറേറ്റഡ് ഡിവൈസാണ്. അപ്പോൾ നമ്മൾ ഈ കോൺസ്റ്റൻസ് ഡിഫൈൻ ചെയ്യുമ്പോൾ, ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഡിഫൈൻ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്, അത് ഓരോ കോൺഫിഗറേഷൻ ഓരോ ലെറ്ററാണ് കൊടുക്കുന്നത്. കോമൺ ബേസ് കോൺഫിഗറേഷനിൽ ആൽഫയാണ് സിമ്പൽ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിന്. ആൽഫ പാരാമീറ്റർ എന്ന് പറയും. ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. ഇവിടുത്തെ ഔട്ട്പുട്ട് കറണ്ട് കളക്ടർ കറണ്ട് IC, ഇൻപുട്ട് കറണ്ട് എമിറ്റർ കറണ്ട്. സോ ആൽഫ DC 2 ആൽഫ പറയും. ഡയറക്റ്റ് കറണ്ട് ഉപയോഗിക്കുമ്പോൾ ഉള്ളതുകൊണ്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉപയോഗിക്കുമ്പോഴുണ്ട്. ഒന്ന് ആൽഫ DC എന്നും മറ്റേ ആൽഫ AC എന്നും പറയും. ആൽഫ DC എന്ന് പറഞ്ഞാൽ കളക്ടർ കറണ്ട് ഡിവൈഡഡ് ബൈ എമിറ്റർ കറണ്ട്, IC ബൈ IE. തീർച്ചയായിട്ടും IC ഒക്കെ വലുത് IE, അതുകൊണ്ട് ഇത് ആൽഫ എപ്പോഴും ഒന്നിനേക്കാൾ കുറവായിരിക്കും. ആൽഫ AC എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട്. ഇതാണ് ആൽഫ AC, ഇത് ആൽഫ DC. ഓക്കെ, അടുത്ത കോൺഫിഗറേഷൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. അതിങ്ങനെ ഫിഗർ. ഇവിടെ ബേസും എമിറ്ററുമാണ് ഇൻപുട്ട് ടെർമിനൽസ്.
കളക്ടറും എമിറ്ററുമാണ് ഔട്ട്പുട്ട് ടെർമിനൽസ്. സോ എമിറ്റർ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. Hence the name common emitter configuration. Here the base current is the input current, collector current is the output current. VBE, base emitter junction voltage, this is the input to voltage. VCE is the output voltage. ഇവിടെ പറയുന്ന ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ എന്നാണ് പറയുന്നത്. ഏതെടുത്താലും ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. അപ്പോൾ ബീറ്റ എങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ടത്? ഇവിടുത്തെ ഔട്ട്പുട്ട് കറണ്ട് കളക്ടർ കറണ്ടും ഇൻപുട്ട് കറണ്ട് ബേസ് കറണ്ടുമാണ്. സോ ബീറ്റ ഡി സി ഈക്വൽസ് ഐ സി ബൈ ഐ ബി. ബീറ്റ എ സി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ബൈ ചേഞ്ച് ഇൻ ബേസ് കറണ്ട്. ഇതാണ് ഇവിടുത്തെ ബീറ്റ. തീർച്ചയായിട്ടും കളക്ടർ കറണ്ടിനെ അപേക്ഷിച്ച് ബേസ് കറണ്ട് വളരെ ചെറുതാണ്. ഇത് മില്ലി ആംപിയറാണ്, ഇത് മൈക്രോ ആംപിയറാണ്. സോ ബീറ്റ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1. 500, 1000, 100 ഒക്കെ വരും ബീറ്റ. മറ്റേത് 0.9, 0.82 ഒക്കെയാണ് ആൽഫ വരുന്നത്. ഇനി നമുക്ക് ഈ ആൽഫയും ബീറ്റയും കൂടെ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ നമ്മുടെ ഡിസ്കഷനിൽ വെച്ച് ചോദ്യമായിട്ട് ഡിസ്കസ് ചെയ്തുള്ളൂ. അതിന് വലിയ പ്രാധാന്യം ഇല്ല, അതുകൊണ്ട് ഇപ്പം ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല. വാട്ട് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ? വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ആൽഫ ഡിഫൈൻ ചെയ്യുന്നത് ആൽഫ ഈക്വൽസ് ഐ സി ബൈ ഐ ഇ. ദർഫോർ ഐ സി ഈക്വൽസ് ആൽഫ ഇൻറ്റു ഐ ഇ. നമുക്കറിയാം ഐ ഇ എന്ന് പറഞ്ഞാൽ ഐ സി പ്ലസ് ഐ ബി ആണ്. സോ ഐ സി ഈക്വൽസ് ആൽഫ ഇൻറ്റു ഐ ഇയുടെ സ്ഥാനത്ത് ഐ സി പ്ലസ് ഐ ഇ. ഈ ഇക്വേഷനെ ഐ സി കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഐ സി ബൈ ഐ സി 1 ഈക്വൽസ് ആൽഫ ഇൻറ്റു ഐ സി അകത്തിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഐ സി ബൈ ഐ സി 1 പ്ലസ് ഐ ബി ബൈ ഐ സി. But IC by IB is beta. So IB by IC is 1 by beta. അപ്പോൾ ഇത് 1 by beta വരും. ചുരുക്കത്തിൽ 1 ഈക്വൽസ് ആൽഫ ഇൻറ്റു 1 പ്ലസ് 1 by ബീറ്റ എന്ന് വരും. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യാം. ആൽഫ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1 by ആൽഫ ഈക്വൽസ് 1 പ്ലസ് 1 by ബീറ്റ. ഓർ 1 by beta equals 1 by alpha minus 1 or 1 minus alpha by alpha. Therefore, beta equals alpha by 1 minus alpha. This is the relation between alpha and beta. Okay, simple. Thank you. We will see the rest soon.